ത്തെക്കുറിച്ച് പറയുന്നു. മഹിഷമർദിനി ദുർഗയുടെ തന്നെ ഒരു അവതാരമാണ്. മഹിഷാസുരനെ വധിച്ചതുകൊണ്ടാണ് മഹിഷമർദിനി എന്നുള്ള പേര് വന്നത്. അതുപോലെ കേരള സമ്പ്രദായത്തിൽ പല മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലും പരദേവതയാണ്. കാട്ടുമാടം പോലുള്ളിടത്ത് മഹിഷാസുരമർദിനിയും അതുപോലുള്ള പല തറവാട്ടിലും ഈ ദേവതയുടെ ചൈതന്യം വെച്ച് ആരാധിക്കുന്നുണ്ട്. അത് കേരള സംസ്കാരത്തിൽ അന്ന് കാളിയും അതുപോലെ ആദ്യത്തെ ദേവതയായ കൊട്രവയുമായിരുന്നു. പിന്നീട് ഈ മൂർത്തി പറഞ്ഞാൽ മഹിഷാസുരൻ, അതായത് പോത്തിന്റെ രൂപമുള്ള ഒരു അസുരനെ സിംഹത്തിന്റെ പുറത്തിരുന്ന് ശൂലം കൊണ്ട് കുത്തി വധിക്കുന്ന ഒരു രൂപമാണ് മഹിഷാസുരമർദിനിയുടേത്. എന്നാൽ നമുക്ക് കേരള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊട്രവൈ എന്ന ആദ്യകാല ദേവത, അതായത് ദേവതയും ഒരു പോത്തിന്റെ തലയുടെ ചവിട്ടി നിൽക്കുന്ന ഭാവമാണുള്ളത്. അപ്പോൾ പിന്നീട് വന്നത് കേരളത്തിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ആ ദേവതയുടെ ചൈതന്യമായിട്ടുള്ളിടത്തും മഹിഷാസുരമർദിനിയുടെ മന്ത്രം കൊണ്ട് ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു. ശാകവത്സ ഋഷി പ്രകൃതി ഛന്ദ മഹിഷമർദിനീ ദേവത ധ്യാനം ഗാരുഡോപല സന്നിഭാ മണിമൗലികുണ്ഡല മണ്ഡിതാം നോമിഭാല വിലോചനാം മഹിഷമർദിനീ സ്വാഹ. അതുപോലെ തന്നെ വേറെ ശക്തമായ പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മന്ത്രാന്തരം കൂടി പറയുന്നു. ഓം ഹ്രീം മഹിഷാന്തകീ ഹും ഭട്ട് സ്വാഹ എന്നുള്ള മന്ത്രമാണ്. അതിനുവേണ്ടി വരുത്താം എന്ന് പറഞ്ഞിരിക്കുന്നത് 10,000 ഒരു എള്ളു ഹോമിച്ചാൽ എല്ലാവരെയും